സ്കാലപ്പ് നെക്ക് വരുന്ന ഒരു കുർത്തിയുടെ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ്സ്, പിന്നെ വൈറ്റ് പേൾസ് ആണ്. വൈറ്റ് പേൾസ് സൈസ് നമ്പർ 3 ആണ്. അതേപോലെ തന്നെ റൗണ്ട് ബീഡ്, ഗോൾഡൻ റൗണ്ട് ബീഡ് വേണം, ഷുഗർ ബീഡ്സ്, പിന്നെ പിങ്ക് കളറുള്ള റൗണ്ട് ബീഡ്, അതും സൈസ് നമ്പർ 3 ആണ് കേട്ടോ. എല്ലാ ബീഡ്സും സൈസ് നമ്പർ 3 ആണ്. നെക്ക് ഡിസൈന് ക്ലോത്തിലേക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. കാർബൺ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ട്രേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ള ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രോ സർക്കിൾ വെച്ചിട്ട് എങ്ങനെയാണ് സ്കാലപ്പ് വരയ്ക്കുക എന്നുള്ളത്. ആദ്യം നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ബോർഡറിലും അതുപോലെ ഈ ഒരു ബോർഡറിലുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ബീഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഇവിടുന്ന് നീഡിലെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കട്ട് ബീഡ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ് ഞാൻ ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇനി കുറച്ച് ഫ്രണ്ടിലേക്ക് മാറിയാണ് അടുത്തതായിട്ട് നീഡിലെടുക്കുന്നത്. വീണ്ടും കട്ട് ബീഡ് എടുത്തിട്ട് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബാക്ക് സ്റ്റിച്ചിൻ്റെ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അല്ലാതെയൊക്കെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പല വീഡിയോസിൽ നോക്കുവാണെങ്കിൽ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഈ സ്കാലപ്പ് പോർഷൻ്റെ ബോർഡറിലും കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത അതേപോലെ തന്നെയാണ് ഇവിടെയും ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി സ്കാലപ്പിൻ്റെ ഈ നടുക്ക് നിന്ന് ഇതുപോലെ നീഡിലെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു റൗണ്ട് ബീഡ് വെക്കുകയാണ്. പിങ്ക് കളറുള്ള റൗണ്ട് ബീഡാണ് ഇവിടെ വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് വീണ്ടും നീഡിലെടുത്തിട്ട് ഒരു 8 ഷുഗർ ബീഡ് ഞാൻ എടുക്കുകയാണ് കേട്ടോ ആ നീഡിലേക്ക് ഒന്നിച്ച്. എന്നിട്ട് അതൊന്ന് വളച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് വെക്കുകയാണ്. വളച്ച് വെച്ച ശേഷം ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ കടത്തി അതൊന്ന് വലിച്ചു കഴിയുമ്പം ആ റൗണ്ട് ബീഡിന് ചുറ്റുമായിട്ട് ആ ഷുഗർ ബീഡ്സൊക്കെ വരുന്നതായിരിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ലോക്ക് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് റോയിൽ പിങ്ക് ബീഡാണെങ്കിൽ സെക്കൻഡ് റോയിൽ വൈറ്റ് ബീഡാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമേ പേള് നമുക്ക് നടുക്കായിട്ടൊന്ന് ഫിക്സ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുത്തില്ല അതേപോലെ തന്നെ ഇവിടെയും ചുറ്റുമായിട്ട് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുവാണ്. ഇനി നെക്കിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് സ്പേസ് വന്നിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ സ്കാറ്റർ ചെയ്തിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഗോൾഡൻ ബീഡാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഗോൾഡൻ ബീഡ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുവാണ്.
കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.